പ്രശസ്ത കവി ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ വിടവാങ്ങിയിട്ട് ഇന്ന് 5 കൊല്ലം തികയുന്നു. കവി എന്നതിനപ്പുറം ഭാഷാ ഗവേഷകനും അധ്യാപകനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു പുതുശ്ശേരി രാമചന്ദ്രൻ സാറ്. പാവങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒപ്പം നിലകൊണ്ട് പുതുശ്ശേരി സാറും അദ്ദേഹത്തിൻ്റെ കവിതകളും എനിക്കൊപ്പം അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. ഞാൻ പ്രേക്ഷകരുടെ പണ്ടൊരു സംഭവം പറഞ്ഞിലേക്ക്, കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ സ്വകാര്യ കോളേജുകളിൽ സബ്ജക്റ്റ് എക്സ്പെർട്ടായിട്ട് പോകുന്ന ആളുകൾ കോളേജ് മാനേജ്മെൻറ്റിന് പണം വാങ്ങാൻ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ സമരം നടക്കുമ്പോഴാണ് പുതുശ്ശേരി സാറിനെതിരെ ഞാൻ ഭയങ്കരമായിട്ട് പ്രസംഗിച്ചു. സാർ അതിൽ നിരപരാധിയായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ പോകുന്ന അധ്യാപകർക്കെതിരെ, സബ്ജക്റ്റ് എക്സ്പെർട്ടുകൾക്കെതിരെയായിരുന്നു ഈ സമരം. അപ്പം ഞാനൊരു കറതീർന്നൊരു പ്രസംഗം നടത്തി, ഒരു കിടിലം പ്രസംഗം. അപ്പം പുതുശ്ശേരി സാർ അന്ന് കേരള യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ അഭിവാദ്യം ചെയ്യാൻ വരികയാണെന്നതിൽ സാറ് പുറത്തേക്ക് വന്നു. അപ്പോൾ സാറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗമൊക്കെ നടത്തിയത്. അതിൻ്റെ 4-ാം ദിവസം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ, ആകാശവാണിയിലേക്കുള്ള പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ഹാജരായി. ഈ ഇൻ്റർവ്യൂ ബോർഡിനകത്ത് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ സബ്ജക്റ്റ് എക്സ്പെർട്ടായിരിക്കുന്നത് സാക്ഷാൽ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ സാറായിരുന്നു. വേണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ തെമ്മാടിയാണ് ഇയാളെന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പുതുശ്ശേരി സാറിന്. പക്ഷേ സാർ അത് ചെയ്തില്ല. സാറ് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ആകാശവാണിയിൽ കയറാൻ പറ്റിയത്. ഞാൻ ഈ കാര്യം ഞാൻ സാറിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാനൊരു ദിവസം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടപ്പാതയിലൂടെ നടന്നു വരുമ്പോൾ എതിരെ കുടയൊക്കെ പിടിച്ച് സാറ് വരികയാണ്. അപ്പോൾ സാറിനെ നേരിടാൻ പറ്റാത്തതുകൊണ്ട് ചമ്മലും വിഷമവും നാണക്കേടും എല്ലാം കൊണ്ട് ഞാൻ കോളേജിൻ്റെ അകത്തോട്ടം കയറിപ്പോയി. അവിടെ നില്ലടൂ എന്ന് പറഞ്ഞു സാറ്. അവിടെ നില്ലടൂ. എന്നിട്ട് എൻ്റെ അടുത്തോട്ട് എന്ന് പറഞ്ഞു, തന്നെ ദ്രോഹിക്കാനേ പുതുശ്ശേരി രാമചന്ദ്രൻ അത്ര തെണ്ടിയല്ലെന്ന് താൻ മനസ്സിലാക്കിക്കൂ എന്ന് പറഞ്ഞിട്ട് നടന്നുപോയി. അന്ന് സാർ ഊക്കോടെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, പലപ്പോഴും ഒരു പ്രതികാര ചിന്ത മനസ്സിൽ മുളപൊട്ടിയാൽ അത് അപ്പാടെ വെട്ടി വീഴ്ത്താൻ എന്നെ പ്രേരിപ്പിക്കുന്ന പുതുശ്ശേരി സാർ അന്ന് പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ വളരെ വളരെ ദിശാബോധമുള്ള കവിതകളായിരുന്നു. ആ ഓർമ്മയിലേക്ക്. പൈതലേ പതുക്കനെ കാലുകുത്തുകേ മണ്ണിൽ കൈതവം പതിരിപ്പുണ്ട് നീ അറിയാതെ. തീക്ഷ്ണവും ദീപ്തവുമായിരുന്നു ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രന്റെ കാവ്യഭാഷ. മലയാള കവിതയിൽ ഒരു കാലത്തുണ്ടായ വിപ്ലവ സാഹിത്യത്തിന്റെ മുന്നണി പോരാളിയായി നിലകൊള്ളുമ്പോഴും മനുഷ്യബന്ധങ്ങളിലെ ആത്മസംഘർഷങ്ങൾ ആവിഷ്കരിക്കാൻ അദ്ദേഹം മടിച്ചില്ല. മണ്ണിന്റെയും മനുഷ്യന്റെയും ചൂടും ചൂരും കൊണ്ട് സൃഷ്ടിച്ച വിപ്ലവ കവിതകളായിരുന്നു പുതുശ്ശേരിയുടേത്. ഓണം കണ്ടു കുളിർക്കാനെത്തിയ മാവേലിക്കു മനം പൊള്ളി ചോദിക്കുകയായെന്തേ പ്രാവേ കോപിച്ചാണോ മിണ്ടാത്തേ. 40കളിൽ കവിതയിലേക്കും കലയിലേക്കും പടർന്നേറിയ ഇടതു ചിന്താധാരയുടെ വക്താവായിരുന്നു പുതുശ്ശേരി. എല്ലുറപ്പുള്ള ആ കവിതകൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം സർഗാത്മകവും ധൈഷണികവുമാക്കി മാറ്റി. പുതിയ കൊല്ലനും പുതിയൊരാലയും, ഗ്രാമീണ ഗായകൻ, ആവുന്നത്ര ഉച്ചത്തിൽ, ശക്തിപൂജ, ദശപുഷ്പങ്ങൾ തുടങ്ങി എത്രയെത്ര വ്യത്യസ്ത രചനകൾ. വല്ലപ്പോഴെങ്ങാനുമെന്റെ മനസ്സിന്റെ പൂവില്ലത്തു പൂത്ത ദശപുഷ്പങ്ങളെ നിങ്ങളാർക്കോ ബലിയിടാൻ അജ്ഞപൂജാരികൾ നീർത്ത ദർഭപ്പുല്ലിൽ വീണ ബലിപുഷ്പങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലെ വള്ളികുന്നത്ത് ദാമോദരൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ജനനം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചു. കൊല്ലം SN കോളേജിൽ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം. കണ്ണശരാമായണത്തിന്റെ കണ്ടെത്തലും സംശോധനവും പാഠനിർമ്മിതിയുമൊക്കെ മലയാള കവിതാ ചരിത്രത്തിലെ പ്രകാശപഥങ്ങളായി. മലയാളിയുടെ ബോധമണ്ഡലത്തിൽ വെളിച്ചം വിതറിയ പ്രതിഭാധനെയാണ് പുതുശ്ശേരിയുടെ വിടവാങ്ങലിലൂടെ കേരളത്തിന് നഷ്ടമായത്. മരിച്ചു കിടക്കുമ്പോൾ എത്ര സുന്ദരനാണീ മനുഷ്യൻ. ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രന് 24ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24.